നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഇവിടെയുണ്ട്. വായിച്ചറിയേണ്ടാത്ത കേൾക്കേണ്ട കഥകൾ. നമുക്ക് കഥയിലേക്ക് പോകാം. നൂറ്റാണ്ടുകൾക്കപ്പുറം വയനാട്. ഇത് നമ്മൾ കന്നു കാണുന്ന തിരക്കിട്ട ടാറിട്ട റോഡായിരുന്നില്ല. അത് ഇരുൾ വീണ ദുർഘടമായ വന്യമൃഗങ്ങൾ നിറഞ്ഞൊരു കൊടുങ്കാടായിരുന്നു. താഴെ കോഴിക്കോട് തുടങ്ങും, മുകളിൽ മൈസൂർ കുന്നുകൾ. ഈ രണ്ട് പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കാൻ ഒരു എളുപ്പവഴി. അത് അത്യന്താപേക്ഷിതമായിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ അവസാന കാലഘട്ടം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു മലബാർ. ചരക്കുകൾ വേഗത്തിൽ മലമുകളിലേക്ക് എത്തിക്കണം. അതിനായി ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വയനാടൻ കാടുകളിൽ പലവട്ടം പരീക്ഷണം നടത്തി. പക്ഷേ അത് വിജയകരമായിരുന്നില്ല. കുത്തനെയുള്ള കയറ്റങ്ങളും കാടറിഞ്ഞില്ലെങ്കിൽ കാലിടറുന്ന കൊക്കുകളും അവരെ ഭയപ്പെടുത്തി. വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പലതും പരാജയപ്പെട്ടു. ചില എഞ്ചിനീയർമാർക്ക് അവരുടെ ജീവൻ പോലും നഷ്ടമാക്കേണ്ടി വന്നു. ഈ സമയത്താണ് കാടിൻ്റെ ആത്മാവെന്ന് വിളിക്കപ്പെടുന്ന ഒരാളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ കേൾക്കുന്നത്. അതാണ് കരിന്തണ്ടൻ. കരിന്തണ്ടൻ വയനാട്ടിലെ പണയ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവായിരുന്നു. കാടാണ് കരിന്തണ്ടൻ്റെ വീട്. മഴയും വെയിലും അറിഞ്ഞ് വളർന്നതിനാൽ കാടിൻ്റെ ഓരോ ചലനവും ഓരോ ചെറിയ വഴികളും അവന് കാണാപ്പാടമായിരുന്നു. മലയിടുക്കുകളിലെ ഒളിയിടങ്ങൾ, വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് എവിടെയാണ് സുരക്ഷിതമായ ചൂട് വയ്ക്കേണ്ടതെന്നെല്ലാം കരിന്തണ്ടന് നന്നായി അറിയാമായിരുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പലരും ഈ യുവാവിനെ പുച്ഛത്തോടെ കണ്ടിരുന്നെങ്കിലും വഴി കണ്ടെത്താൻ അവർക്ക് മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു. ഒടുവിൽ അവർ കരിന്തണ്ടൻ്റെ സഹായം തേടി. വലിയൊരു പ്രതിഫലവും അവർ വാഗ്ദാനം ചെയ്തിരുന്നു. കരിന്തണ്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനൊരു കാരണവുമുണ്ട്. ഈ വഴി തുറന്നാൽ തൻ്റെ നാട്ടുകാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് അവൻ കരുതിയിരുന്നത്. ഒടുവിൽ അവനത് സമ്മതിക്കുകയും ചെയ്തു. കരിന്തണ്ടൻ മുന്നിൽ നടന്നു. പിന്നാലെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും അവരുടെ ആളുകളും. കരിന്തണ്ടൻ്റെ ഓരോ ചുവടും കൃത്യമായിരുന്നു. കാലിടറിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, പാറകൾക്കിടയിലുള്ള രഹസ്യ വഴികൾ, ഇവയെല്ലാം അവർ യാതൊരു പ്രയാസവുമില്ലാതെ കടന്നു പോകും. പിന്നിട്ടു ദിവസങ്ങൾ നീണ്ട യാത്രയായിരുന്നു. ഒടുവിൽ ആ സ്വപ്നം കണ്ട വഴി അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിരുന്നു. കരിന്തണ്ടൻ്റെ ആ സാമാന്യമായ വൈദഗ്ധ്യം അവർക്ക് ലക്ഷ്യം നേടിക്കൊടുക്കേണ്ടി വന്നു. ഇത് ഇന്ന് നമ്മൾ കാണുന്ന താമരശ്ശേരി ചുരം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ആഹ്ലാദിച്ചു. പക്ഷേ ആ ആഹ്ലാദത്തിന് പിന്നിൽ ഒരു ചതിയുടെ ഇരുണ്ട നിഴൽ വീണിരുന്നു. വഴി വിജയകരമായി കണ്ടെത്തിയതോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഒരു ചിന്ത. ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രസക്തിയും ക്രെഡിറ്റും ഒരു ആദിവാസി യുവാവിന് നൽകേണ്ട കാര്യമുണ്ടോ എന്ന് അവർ ചിന്തിച്ചു. തങ്ങൾ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു തങ്ങളുടെ ഉയർന്ന സ്ഥാനം ഒരു ആദിവാസി വഴങ്ങിക്കൊടുക്കേണ്ടി വന്നതും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചുരത്തിലെ ഒരു പാറക്കെട്ടിനടുത്ത് വെച്ച് വിജയാഹ്ലാദത്തിനടിയിൽ അവർ കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. യാതൊരു ദയവുമില്ലാതെ വഴി കണ്ടെത്തിയതിൻ്റെ എല്ലാ പ്രസക്തിയും അവർ തങ്ങൾക്കായി എഴുതി ചേർത്തു. കരിന്തണ്ടൻ്റെ വീരകഥ അവിടെ അവസാനിച്ചു. അയാളുടെ ശരീരത്തിന് മാത്രം. താൻ ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതിലുള്ള കടുത്ത വേദനയും പ്രതികാരദാഹവും കരിന്തണ്ടൻ്റെ ആത്മാവ് ചുരത്തിന് അലയാൻ തുടങ്ങി. വഴി തുറന്നു കൊടുത്തിട്ട് കാര്യമുണ്ടായിരുന്നില്ല. ആ ചുരത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് തുടർച്ചയായ അപകടങ്ങളും ഉണ്ടായി. അജ്ഞാനശക്തിയുടെ ഇടപെടൽ കാരണം വണ്ടികൾ കൊക്കയിലേക്ക് മറിഞ്ഞു പോവുക, രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്ന യാത്രക്കാരെ വഴി തെറ്റിച്ച് കാട്ടിൽ കൊടുക്കുക, കാതടപ്പിക്കുന്ന നിലവിളികൾ കേൾക്കുക. ഭയം കാരണം ആരും രാത്രി കാലങ്ങളിൽ അതുവഴി യാത്ര ചെയ്യാൻ തന്നെ ഭയന്നിരുന്നു. പലരും റോഡരികിൽ ഒരു കറുത്ത രൂപം കണ്ടതായും ചിലപ്പോൾ ഒരു യുവാവ് കൈ കാണിച്ച് സഹായം ചോദിക്കുന്നതായും അടുത്തെത്തുമ്പോൾ ആളെ കാണാതാവുകയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട് നാട്ടുകാരൊക്കെ ഭയന്നു. ഇത് മറ്റാരുമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ചതിയിലൂടെ കൊല്ലപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു മന്ത്രവാദിയെ കണ്ടു. ആ മന്ത്രവാദി വന്ന് അയാൾ പൂജകൾ നടത്തി കരിന്തണ്ടൻ്റെ ആ ദുരിതമനുഭവിക്കുന്ന ആത്മാവിനെ ഒരു പ്രത്യേക മരത്തിലേക്ക് ആവാഹിച്ചു കയറ്റിയെന്നാണ് ചരിത്രം. ആത്മാവ് പുറത്തു വരാതിരിക്കാൻ ആ മരത്തിൽ ശക്തമായി ഇരുമ്പ് ചങ്ങലയിട്ട് ബന്ധിച്ചു. അതോടെ ചുരത്തിലെ അപകടങ്ങൾ കുറഞ്ഞു. കരിന്തണ്ടൻ്റെ ആത്മാവ് ശാന്തമായി എന്ന് നാട്ടുകാർ വിശ്വസിച്ചു. നമ്മൾ ഇന്ന് വയനാട് ചുരത്തിൽ ലക്കിടി ഗേറ്റ് വേയിൽ പോയാൽ ആ ചങ്ങലമരം കാണാം. വർഷങ്ങൾ കടന്നു പോയപ്പോൾ മരങ്ങൾ വളർന്നതായും ആ ചങ്ങല മരത്തിൻ്റെ തടിക്കുള്ളിലേക്ക് വളർന്നു കയറിയ നിലയിലും ഇന്ന് നിലനിൽക്കുന്നു. ഈ മരം വലുതാകുന്നത് കരിന്തണ്ടൻ്റെ ആത്മാവ് ശക്തിപ്പെട്ട് പുറത്തു വരാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണെന്നാണ് ഇപ്പോഴും ഇവിടെ ചിലർ വിശ്വസിക്കുന്നത്. പല യാത്രകളും ഇവിടെ വണ്ടി നിർത്തി വഴിപാടുകൾ നൽകിയാണ് പോകുന്നത്. അത് കരിന്തണ്ടൻ്റെ ആത്മാവിനോടുള്ള ഭയമോ ആ വീരനോടുള്ള ആദരവോ ആകാം. പക്ഷേ കരിന്തണ്ടൻ്റെ ചങ്ങലമരം കേവലം ഒരു പ്രേതകഥയല്ല. അത് വയനാടിൻ്റെ ചരിത്രത്തിലെ ഒരു ദുരന്തത്തിൻ്റെയും ചതിയുടെയും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു വീരചരിത്രമരത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ്.